ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വളരെ പുതിയ ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു ദിവസമാണ് നിഫ്റ്റിനെ സംബന്ധിച്ച്. മിഡ് ക്യാപ്പും മറ്റുള്ള എല്ലാ ഇൻഡെക്സും തന്നെ ഓൾ ടൈം ഹൈ എന്നുള്ള നിലയിലാണുള്ളത്. BSE കമ്പനികളുടെ മാർക്കറ്റ് മൂല്യം എന്ന് പറയുന്നത് 454 ലക്ഷം കോടി രൂപ, ഏകദേശം 5.3 ട്രില്യൺ കടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിനാൻഷ്യൽ കമ്പനീസിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ നിഫ്റ്റിയുടെ ഒരു ഹൈസിന് കിട്ടിയിരുന്നില്ല. ഇന്ന് ആ ഒരു പോരായ്മ, ആ ഒരു പേര് പരിഹരിച്ചു. ഇന്ന് ICICI ബാങ്കും HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫൻസ് സ്റ്റോക്കുകളിലെ ആളുകൾ വീണ്ടും ബൈയിങ് തുടരുകയാണ്. ഇന്ന് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസും ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പും കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് റാലി തുടരുകയാണ്. ഇന്നും മിഡ് ക്യാപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് IDFC ഫസ്റ്റ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, IEX തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ഒരു നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ മാർക്കറ്റ് ഇരുന്നില്ല. മാർക്കറ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആക്ച്വലി ഇന്നത്തെ ഓപ്പണിംഗ് ആണ് ഇന്നത്തെ ഹൈ. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫർദറായിട്ട് ശക്തമായിട്ടുള്ള റാലിയൊന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. കാരണം ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഇല്ലാതിരുന്നു. എന്നാൽ ഇന്നലത്തെ ആ ഒരു ഗെയിനും കൂടി ഇന്ന് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തൊരു അവസ്ഥയാണ് ഉള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നാളെ US മാർക്കറ്റ് അവധിയാണ്. ഇനി ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ പോകുകയാണെങ്കിൽ സോം ഡിസ്റ്റിലറീസ്, ഇവരുടെ ഒരു പ്ലാന്റിൽ തൊഴിലാളികളുടെ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോം ഡിസ്റ്റിലറീസ് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ മറ്റു മിഡ് ക്യാപ്പുകളിലോ നിഫ്റ്റിയിലോ ഒന്നും തന്നെ വലിയ സീവിയർ നെഗറ്റീവായിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഫോളോ ഒന്നും നമ്മൾ കണ്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ ഓപ്പണിംഗ് റേഞ്ച് കാണാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ഓപ്പൺ തന്നെയാണ് ഇന്ന് നിഫ്റ്റിയുടെ ഹൈ ഉള്ളത്. ഫ്രൈഡേ ക്ലോസിൽ നിന്ന് ഇന്നലത്തെ ആ ഒരു ഹൈ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ ഓൾറെഡി തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 92 പോയിന്റും, സെൻസെക്സ് 308 പോയിന്റും, ബാങ്ക് നിഫ്റ്റി 438 പോയിന്റിൻ്റെയും ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ശ്രീരാം ഫിനാൻസ്, പവർ ഗ്രിഡ്, വിപ്രോ, ടൈറ്റാൻ, ICICI ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 3.5 വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് മാരുതി സുസുക്കി, ഡോക്ടർ റെഡ്ഡി, ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമെൻറ്റ്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസാണ്. 0.5% മുതൽ 2.5% വരെ. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായ റാലി രേഖപ്പെടുത്തിയതാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK, യൂറോപ്യൻ മാർക്കറ്റുകൾ. UK, ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ മൂന്നും പോസിറ്റീവിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 1% സ്പൈക്ക് ചെയ്ത് 12.96. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. അതിന് മുകളിൽ ക്ലോസ് ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റാണ്. നിക്കി ജപ്പാൻ, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, AX200 ഓസ്ട്രേലിയയാണ്. ഇവ മൂന്നും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ബ്രന്റ് ഓയിൽ $84 പെർ ബാരൽ, ഗോൾഡ് $2311 പെർ ഔൺസ്, ബിറ്റ്കോയിൻ 65,000 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. നാളെ നമുക്ക് എക്സ്പയറി ഉള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി കാണാം. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 50,440 എന്ന റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 50,000, ഫസ്റ്റ് റെസിസ്റ്റൻസ് 50,500, സെക്കൻഡ് 51,000 ആണ്. എന്നാൽ 50,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ഇത് കാണാൻ സാധിക്കും. PCR 1.23 എന്ന നിലയിലാണ് നിലവിൽ. ഒരു ബുള്ളിഷായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്ലൈറ്റ്ലി ഒരു ഷോർട്ട് കവറിങ് റാലി എസ്പെഷ്യലി ഈ ഒരു ഫിനാൻഷ്യൽ കമ്പനികളിൽ കണ്ടു. കാരണം ഇന്നലെ ഒരു കോള് അഗ്രസീവ് ഷോർട്ട് ചെയ്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്കുകളുടെ വാർത്തകളിൽ ആദ്യം ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസിനെ സംബന്ധിച്ചുള്ളതാണ്. ഈ ഒരു മേജർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ് ആയിട്ടുള്ള മസഡോൺ ഷിപ്പ് ബിൽഡേഴ്സ്, അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, ഈ കമ്പനികൾക്കെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മികച്ച രീതിയിലുള്ള ഓർഡറുകളൊക്കെ ലഭിച്ചിരുന്നു. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിന് US നിന്നുള്ള ഓർഡർ ലഭിച്ചു. അതിനുശേഷം UK നിന്ന് ഓർഡർ ലഭിച്ചു. അതിനുശേഷം ആദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. അങ്ങനെ മറ്റുള്ള കമ്പനീസിനും അതേപോലെ തന്നെ യൂറോപ്യൻ US നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഓർഡറുകൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു 2024 ഈ ഒരു കമ്പനീസ് വലിയ തോതിൽ നേട്ടമുണ്ടാക്കി. ഏകദേശം 90,000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഈ ഒരു 3 കമ്പനീസും കൂടി ഈ ഒരു സെക്ടറിൽ, ഈ ഒരു ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. NBCC കമ്പനി 1,500 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്പനി ഇപ്പോൾ റെക്കോർഡ് ഹൈയുടെ അടുത്താണ് ഇപ്പോൾ കമ്പനി ട്രേഡ് ചെയ്യുന്നത്. പാരാ ഡിഫൻസ് കമ്പനിയും ഒരു ഡിഫൻസ് സെക്ടറുള്ള കമ്പനിയാണ്. അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ADIA എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു
ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററാണ്. അപ്പോൾ അവർ ഈ പാരാസ് ഡിഫൻസിൽ ഒരു ബൾക്ക് ഡീലിലൂടെ കുറേ സ്റ്റേക്കുകൾ അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം ഒരു റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ്. വാൻബറി കമ്പനി യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാന്റ് മഹാരാഷ്ട്രയിലുള്ള ഇവരുടെ പ്ലാന്റ് ഇൻസ്പെക്ഷൻ നടത്തി. പ്രത്യേകിച്ച് യാതൊരു ഒബ്സർവേഷൻസും റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. എക്കണോമിനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ഫിച്ച് എന്ന് പറയുന്ന യുഎസ് ബേസ്ഡ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7.2% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ IMFും RBIയും എല്ലാം തന്നെ നിലവിൽ ഇന്ത്യയുടെ ഫോർകാസ്റ്റ് എല്ലാം തന്നെ ഉയർത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. HAL കമ്പനി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി, രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 156 ലൈറ്റ് ചോപ്പർ, അതായത് ഹെലികോപ്റ്റർ ഡിഫൻസ് മിനിസ്ട്രി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാലൻ ഐസ്പാക്ട് കമ്പനി ഏകദേശം ഒന്ന് റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ രാജസ്ഥാനിലെ ഇവരുടെ പ്ലാന്റിന് പ്രത്യേക ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. IPയിലേക്ക് വരുമ്പോൾ എക്സിക്കോ ഇന്ന് ബമ്പർ ഹിറ്റ് ആളുകൾക്ക് റിട്ടേൺ നൽകിയിട്ടുണ്ട്. 48% പ്രീമിയം ഉയർന്നു. നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് പങ്കുവെക്കുക. IPOയിൽ നമുക്ക് കിട്ടി പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ലക്കാണ്. പേടിഎമ്മിനെ സംബന്ധിച്ച് ഒരുപാട് മൾട്ടിപ്പിൾ ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഷെയർ ചെയ്ത് പോയിരുന്നു. സാംസങ് പേ പേടിഎമ്മായിട്ട് ടൈപ്പ് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ കണ്ട ന്യൂസ് സൊമാറ്റോ ഈ പേടിഎമ്മിൻ്റെ തിയേറ്റർ ടിക്കറ്റ് ബിസിനസ് എല്ലാം തന്നെ അക്യൂർ ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. M&M കമ്പനി, ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി M&Mനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. L&T രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. 2500 കോടി രൂപയുടെ ഓർഡർ ഹൈദരാബാദിൽ നിന്നും മുംബൈയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചു. അലംബിക് പാർവ കമ്പനി ഇവരുടെ പ്ലാന്റിൽ യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് ഉള്ളത്. അപ്രൂവലും ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻസ്പെക്ഷന്. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി ഇവരുടെ സബ്സിഡിയറി പിരമൽ എൻ്റർപ്രൈസസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനീസ് 5000 കോടി രൂപ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് റീറ്റെയിൽ ലോണുകളെല്ലാം തന്നെ ഇപ്പോൾ ഇവർ ഇത്രയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗോദാവരി പവർ കമ്പനി നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. 301 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചു. കമ്പനി 9% റാലി രേഖപ്പെടുത്തി. HJ ഇൻഫ്ര കമ്പനി 447 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റാഡിഗോ കൈത്തൻ ഒരു ആൽക്കഹോളിക് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ബിയർ പഞ്ചാബിലും ഡൽഹിയിലും ഗോവയിലെല്ലാം തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിക്കുന്നുണ്ട്. റോയൽ ഓർക്കിഡ് കമ്പനി ഇവരുടെ 4ാമത്തെ ഹോട്ടൽ ഡൽഹിയിൽ കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് നമ്മുടെ bismate.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇനി നമുക്കൊരു ടെലഗ്രാം ചാനലും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരേപോലെ നമ്മൾ ന്യൂസുകൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ന്യൂസുകൾ ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷനോ ഒന്നല്ല. മാർക്കറ്റിൽ ചർച്ച ചെയ്യുന്ന ന്യൂസുകൾ നിങ്ങളായിട്ട് യഥാസമയത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചാനലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.